ഇറങ്ങിപ്പോ എവിടെ എന്നത്തെ കണക്ക് അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ മംഗലൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മളിവിടെ നേരെ ഉടുപ്പിക്കാണേ. ഉടുപ്പിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ബസ് പിടിക്കണം. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബസ് വരും. ഇവിടെ നിന്ന് ചായ വല്ലതും കുടിക്കണേ? ഇല്ല, നമ്മളെ കടയിൽ പോവാം. നമ്മളെ പിന്നെ നമുക്കിവിടെ കടയും 2-3 ദിവസം വന്നപ്പോൾ ഇവിടെ ബന്ധുക്കളൊക്കെ ആയ. രാവിലെ നമുക്ക് നേരെ പോയിട്ട് ബീഫ് കഴിക്കണം. നോൺ വെജ് കിട്ടാൻ വല്ല വഴിയുണ്ടോ? അതെ, ബ്രേക്ക്ഫാസ്റ്റ് അവരാണ്. എനിക്ക് അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന്റെ പൈസ കിട്ടൂല. ഒരു യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അവർ തരുമോ? അവിടെ ചിലപ്പോൾ തരുമോ? പറഞ്ഞോ? ഓക്കെ, എന്തെങ്കിലും കഴിച്ചാൽ മതി. എനിക്ക് ഒരു യാത്രയൊക്കെ ചെയ്തിട്ട് പോയിട്ടേ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇല്ലേ, ഛർദിക്കും. 12 വരെ വെയിറ്റ് ചെയ്യണം. പക്ഷെ അത് കുഴപ്പമില്ല, പട്ടിണി കിടന്നോളാം. ഇവിടെ നിന്ന് ചാടുന്ന കാര്യമൊക്കെയാണ് പാട്. ഇവിടെ ചാടാൻ വണ്ടി നോക്കണം. നമ്മൾ റോഡ് വണ്ടിയൊന്നും കാണില്ല. ചായ കുടിക്കാം, ചായ കുടിക്കാം, ചായ കുടിക്കാം. കട്ടൻ കിട്ടുമോ? കട്ടൻ കിട്ടുമോ? കട്ടൻ 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 കട്ടൻ. കോഫി, ചിക്കൻ മീനാ, ചിക്കൻ വേറെ എന്തൊക്കെ ഉണ്ട്? ചിരിക്കാതെ എന്തെങ്കിലുമൊക്കെ കാണില്ലേ? ചിക്കൻ എന്തെങ്കിലും ചിക്കൻ എന്തൊക്കെയാ ഉള്ളത്? ചിക്കൻ നീ നോക്ക്, നല്ലത് നോക്കിയിട്ട് തോന്നുന്നുണ്ടോ? കഴിച്ചു നോക്കിയേ, നിന്നെ ടെസ്റ്റ് ചെയ്യാം. ആ, കൊള്ളാം. ചില്ലി ചിക്കൻ കൊള്ളൂല്ലേ? ചമ്മന്തി ആണെന്നുണ്ട്. കഴിച്ചോക്കട്ടെ. ഇഷ്ടപ്പെട്ടോ? തിന്നോ, നല്ലതാ. ചമ്മന്തി ഇല്ലേ? കഴിക്കുന്നോ? കുഴപ്പമില്ലടോ. ഉടുപ്പി ബസ് കിടക്കുന്നു. ഉടുപ്പി മണിപ്പാൽ. ഇല്ലല്ല, അതിന് കുഴപ്പമില്ല, ഞാൻ പിടിച്ചു തീർക്കാം. 1.5 മണിക്കൂറല്ലേ? സ്വാഹ. അത് കുഴപ്പമില്ല, ആയോ. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ. ഉടുപ്പി ബസ് ഏതാ? ഉടുപ്പി ഇതാ. എടാ, അന്ന് നമ്മൾ പോയത് ഈ വണ്ടിയിലല്ലേ? ഷോപ്പ് വണ്ടിയിലാണ് പോയത്. ഉടുപ്പി ഉടുപ്പി. അപ്പോൾ സുഹൃത്തുക്കളെ, ഇനി നമ്മൾ ഉടുപ്പിയിലോട്ട് പോവുകയാണ് കേട്ടോ ബസ്സിൽ. എന്താടാ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ? ബസ് നമ്മൾ റെഡിന് എടുത്തിരിക്കുകയാണ്. ഇവിടെ ഇരുന്നപ്പോഴല്ലേ ഞാൻ ഛർദ്ദിക്കാനായിട്ടൊക്കെ തോന്നി. എടാ, കവർ മേടിച്ചില്ലല്ലോടാ, മറന്നുപോയി.
ഛർദി ബാക്കിലുള്ള ഹൃദിക്ക് കുഴപ്പമാവോ? കുഴപ്പമാവും. അപ്പോൾ നമ്മൾ മംഗലൂരിൽ നിന്ന് ബസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനി മംഗലൂരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പോകും. അവിടെ കുറച്ച് നേരം ഇട്ടിട്ട് നേരെ ഉടുപ്പിയിൽ നിന്ന് പിന്നും പോകും കേട്ടോ. പിന്നും വേറെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകും. അപ്പം നമ്മൾ ഉടുപ്പി ഇറങ്ങും. ഓക്കെ, ഇനി നമ്മൾ യാത്ര കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. എല്ലാം കാണിക്കാന്ന് പറഞ്ഞിട്ട് നല്ല തല ഇറങ്ങുന്നുണ്ട്. രാത്രി നല്ല ഉറങ്ങിയില്ല, അതുകൊണ്ട് ചിലപ്പോൾ ഉറങ്ങിപ്പോവും. നോക്കാം. Sol y arena, oh so bright, baila conmigo toda la night. El ritmo suena, can you feel? Move your body, it's so real. Vuélvete loco, don't stop now. Sigue el ritmo, I'll show you how. Fuego en el aire, burning high, feel the heat bajo el sky. Baila, baila, sin parar. Shake your body, shine like stars. Baila, baila, en el mar. Keep it going, no queda igual. ഓ, 10 മണി പിന്നെ 10 മണി 10:02 ഷാർപ്പ് 10. 10 മണിയല്ല നമ്മൾ അവിടെ വെച്ച് പറഞ്ഞത്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഉടുപ്പി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ആര് കൊണ്ടുപോകാൻ വരും? ഇനി നമ്മളെ കൊണ്ടുപോയി ഇവിടെ നിന്ന് ആള് ബസ് സ്റ്റാൻഡിലെത്തി. അത് തന്നെ. ചെറുക്കൻ നിന്ന് ഇറങ്ങി വെള്ളം വാങ്ങാൻ പോയി. ഓ, വെയിറ്റിംഗ്. അവൻ്റെ മൂട്ടി കൊണ്ടിട്ട് ഫോൺ അടിച്ചിട്ട് അവന് കേൾക്കാൻ വയ്യ. സമയം ഇപ്പോൾ 10 മണിയായി ചേട്ടാ. നമ്മൾ എത്ര മണിക്കാണ് അവിടെ നിന്ന് ബസ്സിൽ കയറിയത്? എന്താണ് മേ 8:45 നമ്മൾ എത്തി. 8 മണിയായപ്പോൾ നമ്മൾ മംഗലൂരു റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്നൊരു 9 മണിയായി നമ്മൾ ബസ്സിൽ കയറിയപ്പം. 10 അല്ലെങ്കിൽ 10 മണി കഴിഞ്ഞപ്പോൾ നമ്മൾ ഉടുപ്പി എത്തി കേട്ടോ. എക്സ്പ്രസ്സിലാണ് വന്നത്. പെട്ടെന്ന് ചെന്നു. ഒരു ഉറക്കം ഉറങ്ങി തീരുന്നതിന് മുമ്പ് ഇനി എത്തി കേട്ടോ. ട്രെയിനിൽ ഇരുന്ന് ഉറങ്ങിയില്ല, ബസ്സിൽ ഇരുന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങി. വല്ലതും പറയണ്ട. വണ്ടി എവിടെ വന്നു. നമ്മൾ ചെറുക്കൻ കന്നഡയൊക്കെ അറിയാവുന്നതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കുത്തുന്നുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ഇതിന് മാത്രമേ കന്നഡ അറിയാവൂ. അതുകൊണ്ട് നമ്മൾ പിടിച്ചു നിന്ന് പോകണം. നമ്മളെ വെയിറ്റിംഗ് എന്താ ഗവൺമെന്റ് PU കോളേജ് ഉടുപ്പിയില്ലേ? നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു. പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് കേട്ടില്ല, പോലീസ് ഹെഡ് പോസ്റ്റ്. ഇതാ ട്രാവലറാടാ. മാൻ, നമുക്ക് പോകാനുള്ള വണ്ടി ഉണ്ടോ? ഉണ്ടാക്കാ കസും അബൂക്കാ കസും വാതിൽ തുറക്കൂ സൂചി. തുറന്ന ഹായ് അമ്മേ. അയ്യോ ട്രെയിൻ ആൻഡ് ബസ് വണ്ടി മംഗലാപുരം വരെ ട്രെയിൻ
അങ്ങനെ നേരെ ബസ് നല്ല ചൂടുണ്ട് കേട്ടോ പുറത്ത്. 10 മണി ആയതേ ഉള്ളൂ, നല്ല ചൂടുണ്ട് അല്ലേ? അവിഞ്ഞു പോയി പുറത്ത് വെളിയിൽ. ആ ഇതിരുന്ന് ഒരു ഉറക്കം ഉറങ്ങണം. തമിഴാ കന്നഡ കന്നഡ എടാ നമുക്ക് പഠിക്കണം കേട്ടോ കന്നഡ. നിനക്കറിയാലേ? കന്നഡ പഠിക്കാൻ എവിടെയെങ്കിലും പോവാം. അല്ലല്ല നമുക്ക് സിനിമ കാണാം. ഇനി ഒരു ഡബ്ബും കാണരുത്. തമിഴ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അതേപോലെ നമ്മളെ ബ്ലഡിലുള്ള അല്ല, ഇത് കുറച്ച് എളുപ്പം തോന്നുന്നു. കന്നഡ കുറച്ചും കൂടെ നമുക്ക് എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഈ തെലുങ്കൊക്കെ കുറേയൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, മനസ്സിലായില്ലേ? അതിലും എളുപ്പമാണ് എന്ന് തോന്നുന്നു കന്നഡ. ഓഹോ നീ എവരണ്ടി എന്ത്? തെലുങ്ക് തെലുങ്ക് എന്തിര് ബാബുനാരാ? എന്നെ ഞാനൊക്കെ ലൈവിൽ വന്നപ്പോൾ ഒരാൾ വന്നിട്ട് എന്നെ തെലുങ്ക് പഠിപ്പിച്ചു. അമ്പലപ്പടിയാ कोणती ಸಾಕಾ? Ito. Apetin niya. Okay. അപ്പോൾ നമ്മൾ റൂം എവിടെയാണെന്ന് അറിയത്തില്ല, നമ്മളൊരു ഏരിയയിൽ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. നമ്മൾ റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. പട്ടിയൊക്കെ നിന്ന് നോക്കണടാ. ഡേ വാ സിമെൻ്റ് ഇട്, വാ വാ മണ്ണിട്, പണിയൊക്കെ അറിയാലോ. ഓ അങ്ങോട്ട് പോകുമായിരുന്നു കേട്ടോ, പണി നടക്കുന്നുണ്ടാണ്. ഇത് റെഡിമെയ്ഡാ കണ്ടിട്ടായിരുന്നു. ഇത് 6 ഇഞ്ച്. അമ്മേ തെന്നലുണ്ടേ, ഇന്നലത്തെ കണ്ടാണ്. കൊള്ളാം. എന്തല്ലേ വെൽക്കം.
അത് ചവിട്ടരുത്. അല്ല എന്തിനടാ ചകിരിനാരി. നല്ലത് കേരളത്തിൽ കിട്ടും. ഇവിടെ അണ്ണ വരുന്നില്ലേ? അണ്ണ അവിടെ നിന്ന് ഫോൺ വിളിച്ചിട്ട് മാറി ഇരിക്കുന്നതാ. ലാസ്റ്റ് തന്നെ പറഞ്ഞേ. ആ അപ്പൊ ശരി അണ്ണ. ഇപ്പൊ നമ്മള് വീടറിഞ്ഞൂടാ, നമ്മള് പോവേണേട്ടാ. ആ കന്നഡ കൊത്തുന്ന അണ്ണ നമ്മളെ കൂടെ ഉള്ളപ്പോ നമ്മളാരെ പേടിക്കണം? ഏയ് എടാ അത് വിഷയമില്ലെന്ന്, അത് ഈ സാഹചര്യം അങ്ങനെ ആക്കിയതാണ്. അവരൊക്കെ രണ്ടാമത് വന്നപ്പോൾ നമ്മളന്ന് വന്നപ്പോൾ അവരവിടെയാണ് താമസിക്കുന്നത്. ആ ഞാൻ തൊട്ടു. ഇത് ഓർമ്മയുണ്ടോ? കഴിക്കില്ലേ നിങ്ങൾ? ഓ തേനുണ്ടത് മോനെ. വാവ് അങ്ങോട്ട് ഈ വീടാണ്, ഈ വീടാണ്. ഇതാ ലാസ്റ്റ്, ഇതാ ലാസ്റ്റ്, ഇതാ ലാസ്റ്റ്. അതാണ് പറഞ്ഞത്, സാഹചര്യം ആരെങ്കിലും വിളിക്കായിരുന്നു നമുക്ക്. ഇതാണ് ഇതുകൊണ്ട് അവൻ വരുന്നു. ഇങ്ങ ഇതറാ ഏകരേ. എടാ പട്ടി ഇരിക്കുന്നുണ്ടോ അവിടെ? ഓ നീ പട്ടിയുടെ വായിലോട്ടാണ് ഇത് കയറി കൊടുത്ത. ഏകറിന്റെ സൗണ്ട് പോലെ ഇരുന്നു. ഇങ്ങനെ കാണുന്നില്ലല്ലേ? നേരെ അറിയിക്കട്ടെ. ആണ് നമുക്ക് ഉള്ള റൂം. ഓക്കെ ഇത് ഉറങ്ങണോ കിടക്കണോ ഇരിക്കണോ? ഫുഡാണ്. ഡ്രൈവറിന്റെ ചെയ്യും. നമ്മളിപ്പോൾ റൂമിൽ കയറി എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് വരും കേട്ടോ. ഫുഡ് വരുന്നതിന് മുമ്പ് ഞാൻ ആദ്യം വീട്ടിലോട്ടൊന്ന് വിളിച്ച് സുലേ അമ്മേനെയും എല്ലാവരും ഒന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുക. എന്നിട്ട് അതിന് ശേഷം ഒന്ന് കുളിച്ച് ഫ്രഷ് ആവുക. പിന്നെ അതൊക്കെ നല്ല രീതിക്കൊന്ന് ഉറങ്ങണം. ഉറക്കം നല്ല രീതിക്ക് ഇതാവുന്നുണ്ട് കേട്ടോ. ബസ്സിൽ ഉറങ്ങിയെങ്കിലും ആ ഒരു കുടുക്കത്തിൻ്റെ ഇതിൽ നല്ല രീതിക്ക് ഉറങ്ങാൻ പറ്റില്ല. നമുക്ക് ഇന്ന് വൈകുന്നേരം ചെറിയൊരു പരിപാടിയുണ്ട്. അത് കഴിഞ്ഞ് നാളെ മുതലേ ഷൂട്ട് തുടങ്ങും. അപ്പോൾ ഇനി ഞാൻ ഫ്രഷ് ആയിട്ട് വരട്ടെ. ഓക്കെ.